ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് FRP ലോക്ക് വരാണ്ട് ഫോൺ എങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സിൽ അക്കൗണ്ട്സ് എടുക്കുക. ഓക്കെ, അക്കൗണ്ട്സിൽ ഇമെയിൽ ID ഉണ്ടാവും. അപ്പോൾ അത് ഇമെയിൽ ID അത് റിമൂവ് ചെയ്യുക. ഓക്കെ, FRP ലോക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണുക. അക്കൗണ്ട് റിമൂവ് ചെയ്തു. ഓക്കെ, അക്കൗണ്ട് റിമൂവ് ചെയ്തു. ഇനി ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ബാക്കപ്പ് ആൻഡ് റീസെറ്റ്. ഇവിടെ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യാം. ഓക്കെ, റീസെറ്റ് ഡിവൈസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോണിന് ഏതാണ് പാസ്വേഡ് കിട്ടില്ല, പാസ്വേഡ് അടിക്കാം. അപ്പോൾ റീസെറ്റ് എവറിത്തിങ് കാണിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡാറ്റയും ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ FRP എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, FRP എന്ന് പറഞ്ഞാൽ ഫാക്ടറി റീസെറ്റ് പ്രൊട്ടക്ഷനാണ്. അതായത് ഇപ്പോൾ വരുന്ന എല്ലാ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഇപ്പോൾ സെക്യൂരിറ്റി ഫംഗ്ഷനാണിത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഫോൺ ഇപ്പോൾ ആർക്കെങ്കിലും കളഞ്ഞു കിട്ടി, അപ്പോൾ അവരിത് ബട്ടൺ പ്രസ് ചെയ്തിട്ട്, ഞാൻ തന്നെ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ മുമ്പ് ഏത് ഇമെയിൽ ID ആണോ യൂസ് ചെയ്തത് അതേ ഇമെയിൽ ID തന്നെ വീണ്ടും അടിക്കേണ്ടി വരും. അതേ ഇമെയിൽ ID അതിൻ്റെ തന്നെ പാസ്വേഡും കൊടുത്താൽ മാത്രമേ നമുക്ക് ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിൽ ഫോൺ വന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതിന്നിപ്പോൾ നമുക്കിത് അല്ലാണ്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ നിവർത്തുക. അപ്പോൾ എല്ലാവരും ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഫോണിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്.
ഓക്കെ, ഓണായി. നെക്സ്റ്റ്. ഓക്കെ, നമ്മളിതിപ്പോൾ FRP ഇപ്പോൾ ഇമെയിൽ ID ഉള്ള ഫോണാണെങ്കിൽ ഇവിടെ നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് അടിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വൈഫൈ പാസ്വേഡ് അടിച്ചിട്ട് ആ ഇമെയിലും അതിൻ്റെ പാസ്വേഡും കൊടുക്കാണ്ട് ഫോൺ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കിത് കൂളായിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഫോർമാറ്റ് ആയി ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.